അങ്ങ് ഇരിക്കും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരു കൊതി തോന്നൂലേ. അങ്ങ് എന്നപ്പോൾ ഒരു ഷാർജ കുടിച്ചാലോ എന്ന് തോന്നി. നമ്മുടെ കുട്ടീസിൻ്റെ അടുത്ത് പറയേണ്ട താമസം അവർ അപ്പോഴേ റെഡിയായി. കുറേ നാളെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ ആയതുകൊണ്ട് തണുത്ത ഐറ്റംസ് എല്ലാം ഞാൻ ഒഴിവാക്കിയിരുന്നേ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ MBL ബേക്കറി വന്ന് കിടക്കുന്നു. അവിടെ അപ്പോഴത്തേക്ക് ഷാർജ സെക്ഷൻ എല്ലാം ക്ലോസ് ചെയ്തായിരുന്നു. ഞങ്ങൾ എന്തായാലും വന്നില്ല, അപ്പം നമുക്ക് ഷാർജ കുടിക്കേണ്ടായോ. അങ്ങനെ ഞങ്ങൾ നേരെ അംബാസഡർ ബേക്കറി വന്നു. കാശിക്കുട്ടൻ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഷാർജ വേണ്ട, ഐസ്ക്രീം മതിയെന്ന്. അങ്ങനെ അത് മേടിച്ചു കൊടുത്തു. അപ്പോഴാണ് ഫ്രണ്ട്സ് ഞാനത് കണ്ടത്. ഒരു ലെമണിൻ്റെ ഹാഫ് ഭാഗം എടുത്ത് അതിൽ കുറേ ഗ്രാമ്പ് കുത്തി വെച്ചേക്കുന്നു. നിങ്ങൾക്ക് എന്താണെന്നറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഷാർജ കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കാശിക്കുട്ടി എന്നോട് പറയുന്ന ഐസ്ക്രീമിനൊരു ടേസ്റ്റ് ഇല്ലമ്മേ, അമ്മ കുടിച്ചു, എനിക്ക് ഷാർജ മതിയെന്ന്. അപ്പോൾ ഏട്ട എന്നോട് പറഞ്ഞു ഒന്നും കൂടി ഓർഡർ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ, ഇത് തന്നെ ധാരാളം, നമുക്കറിയത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം കഴിക്കുമെന്ന്. അങ്ങനെ കാശിക്കുട്ടന് കുറേച്ച് ഞാൻ കോരിക്കൊടുത്ത്. നല്ല തണുപ്പല്ലേ, ഓൾറെഡി ആൾക്ക് ചുമയുണ്ട് കേട്ടോ. കല്ലിക്കുട്ടൻ പിന്നെ പുറത്തു പോയി ഫുഡ് കഴിക്കുവാണെങ്കിൽ തനിയെയും കഴിച്ചോളും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ കല്ലൂസിന് എന്തൊക്കെയോ ഐറ്റംസ് വേണം. അങ്ങനെ അതെല്ലാം മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കാശിക്കുട്ടൻ മുടി വെട്ടാൻ വന്നു. ഫസ്റ്റ് ടൈം ആട്ടോ കാശിക്കുട്ടൻ മുടി വെട്ടാൻ കല്ലൂസിനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ ബഹളമായി കാണുന്നത്. ഇന്നലെ നമ്മൾ കാശിക്കുണ്ട മുടി വെട്ടാൻ പോയപ്പോഴും നടന്നില്ലായിരുന്നു. അവിടെ ലഞ്ച് ടൈമിന് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാശിക്കുണ്ട സുന്ദരനാക്കാൻ പോവാണ്. പണ്ടൊക്കെ അടങ്ങിയിരിക്കുന്നത് ഇപ്പം വന്ന വെള്ളത്തിലായി. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, കാശിക്കുണ്ട മുടി വെട്ടി കൊള്ളാമോ? അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.